ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വചന ചിന്തയ്ക്കായി 81 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 81:8. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. ഇത് ഈ 81 സങ്കീർത്തനം ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. ഈ ഭാഗത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം എന്നുള്ളതാണ്. അപ്പോൾ നാം ദൈവത്തിൻ്റെ വാക്ക് കേട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അതിൻ്റെ 12 വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നു, അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിനെ ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ നാം പലപ്പോഴും ദൈവം നമ്മോട് ഇടപെടുകയും ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം അത് അനുസരിക്കുവാൻ കൂട്ടാക്കിയില്ല എങ്കിൽ നമ്മെ കാഠിന്യത്തിന് ഏൽപ്പിക്കുമെന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ദൈവം ശ്രദ്ധിക്കുന്നത് അവന്റെ ഹൃദയമാണ്. 7 സങ്കീർത്തനത്തിന്റെ 9 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തര്യന്ത്രങ്ങളെയും ശോധന ചെയ്യുന്നുവെന്ന്. സദൃശവാക്യം 21:2 പറയുന്നു, മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു എന്ന്. അതായത് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. അതുപോലെ റോമർ 8:27 വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു, നമ്മുടെ ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നവരെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മളെ ശോധന ചെയ്യുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം നാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ വഴിയിൽ നടക്കണമെന്നാണ്. അപ്രകാരം നടന്നില്ലെങ്കിൽ ആ 81:12 പറയുന്നത് പോലെ നമ്മെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളയുമെന്നാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യന് എത്രയധികം ശരീരത്തിൽ വൈകല്യമുണ്ടെങ്കിലും അവന് ഹൃദയമുണ്ടെങ്കിൽ ആ മനുഷ്യന് ദൈവപാതയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. റോമർ 10:9 പറയുന്നു, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തന്മേൽ എഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന്. അപ്പോൾ നാം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ, യേശുവിനെ കർത്താവ് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, മറ്റേത് വൈകല്യം ഒരു മനുഷ്യന് ഉണ്ടെങ്കിൽ തന്നെയും അവന് ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുമെങ്കിൽ അവനെ രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഇരമ്യാവ് 17:9 നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവും ഉള്ളത്, അതാരാഞ്ഞറിയുന്നവനാർ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ഉള്ളതുപോലെ അറിയുന്ന ഒരു മനുഷ്യന്റെ മുൻപിൽ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളെ മറച്ചു വെച്ച് ഇടപെടുവാനായിട്ട് സാധിക്കും. എന്നാൽ സർവശക്തന്റെ മുൻപിൽ നമ്മുടെ ഹൃദയത്തെ മറച്ചു വെക്കുവാൻ നമുക്ക് കഴിയയില്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ തങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചു കൊടുത്താൽ അവിടെ പറയുന്നു, ഞാൻ അവന് പുതിയൊരു ഹൃദയം നൽകുമെന്ന്. യെഹെസ്കേൽ 36:26 വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ കുറിച്ച്, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് മാംസമായുള്ള ഹൃദയം ഉള്ള വ്യക്തിയായിരിക്കണമെന്നാണ്. കഠിന ഹൃദയം ഉള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ നന്മയോ വിടുതലോ അനുഗ്രഹങ്ങളോ പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു എന്ന് നോക്കി ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചാൽ ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും മാത്രമല്ല എല്ലാറ്റിനേക്കാളും ഉപരിയായ നിത്യതയിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ടും നമുക്ക് സാധിക്കും. 81 സങ്കീർത്തനം തന്നെ അതിൻ്റെ 11 വാക്യം പറയുന്നത്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ ശബ്ദത്തെ നമ്മൾ
കൂട്ടാക്കിയില്ല എങ്കിൽ അവിടെ പറയുന്നത് ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളയുമെന്നാണ്. ദൈവത്തെ കൂട്ടാക്കാതെ നമ്മെ ഹൃദയ കാഠിന്യത്തിന് ദൈവം നമ്മെ ശിക്ഷിച്ച് ഏൽപ്പിക്കുമെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പുറപ്പാട് 14:4 പറയുന്നു, അവിടെ ഹല്ലേലൂയ ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രഭാതത്തിൽ നാം എടുക്കേണ്ട ഒരു തീരുമാനം, കർത്താവേ അങ്ങയുടെ വചനം എന്തു പറയുന്നു അത് അനുസരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ, ആ വചനപ്രകാരം ഞാൻ ജീവിക്കും എന്ന് നമ്മൾ തീരുമാനമെടുക്കുമെങ്കിൽ അതിനായുള്ള ഒരു ഹല്ലേലൂയ പ്രത്യേക അഭിഷേകം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുകയും ആ ദൈവിക പാതയിൽ നടക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ നൽകുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഈ പുറപ്പാട് പുസ്തകം 4:21 വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു, എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ പാതയിൽ നടക്കുവാൻ ദൈവം നമ്മെ ഉപദേശിച്ചിട്ടും ദൈവ വഴിയിൽ നടക്കുവാൻ മനസ്സില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് ഹൃദയ കാഠിന്യം എന്ന് പറയുന്നത്. ഈ ഹൃദയ കാഠിന്യം സംഭവിച്ചാൽ, ഹൃദയത്തിന് കാഠിന്യമുള്ള ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 19:7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അവർ അവരോട് എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. അപ്പോ ഒരു കുടുംബ ജീവിതത്തിൽ തന്നെ വിള്ളലുകൾ സംഭവിക്കാൻ കാരണം ഒരു മനുഷ്യന്റെ ഹൃദയകാഠിന്യമാണ്. ഇന്ന് അനേക കുടുംബങ്ങളിൽ കുടുംബഛിദ്രം സംഭവിച്ച് കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ കുടുംബങ്ങൾ വിട്ടുപിരിയുന്ന അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ആ മനുഷ്യ പരസ്പരം സ്നേഹത്തോടെ കഴിയാൻ കഴിയാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹൃദയം കഠിനമായി തീരുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ നിമിത്തം, ദൈവ വചനം അനുസരിക്കാത്തത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വന്ന പാകപ്പിഴകൾ നിമിത്തം എന്താണ് നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയം, അത് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. അങ്ങനെ നാം തീരുമാനമെടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവിടെ മോശ പറഞ്ഞു, അതുകൊണ്ട് ഹൃദയകാഠിന്യ നിമിത്തം പറയുകയാണ്, നിങ്ങൾ ഉപേക്ഷണ പത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന്. ഏതെങ്കിലും ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപാതയിൽ നടക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ അങ്ങനെ ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരു ഹൃദയകാഠിന്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് തിരുത്തേണ്ട സമയമാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ താഴ്മപ്പെടാത്തത് മുഖാന്തരം, ദൈവവചനം അനുസരിക്കാത്തത് മുഖാന്തരം, ദൈവപാതയിൽ നടക്കുവാൻ കേട്ടിട്ടും അത് മനസ്സിലാക്കിയിട്ടും അതിനെനിക്ക് മനസ്സില്ലാതെ പോയത് മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അതിനായുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, മാംസമായുള്ള ഹൃദയം തരുന്ന ദൈവം. ഹല്ലേലൂയ. ഈ മർക്കോസ് 6:52 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക വിഷയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ യേശു തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വെള്ളത്തിലൂടെ നടന്ന് വരുന്ന ഭാഗമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവർ യേശുവിനെ കണ്ട് ഭൂതമാണെന്ന് പേടിച്ച് അവർ നിലവിളിക്കുന്ന ഒരു അനുഭവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അത്ഭുതങ്ങളൊക്കെ മറന്നു കളഞ്ഞു. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അവിടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല എന്നാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളൊക്കെ പ്രാപിച്ചുവെങ്കിലും യേശുവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് മുഖാന്തരം, അവിടെ ഹൃദയം കടുത്തിരുന്നത് മുഖാന്തരം അവിടെ അവർക്ക് പരാജയം സംഭവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ ഹൃദയകാഠിന്യം കൊണ്ട് തീരുമാനമെടുത്ത് ദൈവസന്നിധിയോട് ചേരുവാൻ കഴിയാത്ത അനുഭവങ്ങളിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എടുക്കേണ്ട ഒരേ ഒരു തീരുമാനം, കർത്താവേ, അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി തീർന്നു എന്ന്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ യേശുവിനെ അനുഗമിക്കുന്ന ഒരു പുരുഷരമായിരിക്കുവാനല്ല, കർത്താവിന്റെ ശിഷ്യത്വം വഹിച്ചുകൊണ്ട് ശിഷ്യന്മാരായി ജീവിക്കുവാനാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും നമ്മെ തന്നെ ദൈവകാര്യങ്ങൾ സമർപ്പിച്ചു കൊടുത്ത് ഒരു പുതുക്കമുള്ള ഹൃദയത്തിന് മാംസമായുള്ളൊരു ഹൃദയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം നമുക്ക് നൽകുവാൻ ശക്തനാണ്. നമ്മെ തന്നെ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ദൈവമേ, ഇന്ന് പ്രഭാതത്തിൽ വചനം കേട്ട ഓരോരുത്തർ
മക്കളുടെ മേലും അങ്ങയുടെ വലിയ സാന്നിധ്യം പകരുന്നുണ്ട്. സ്തോത്രം. അങ്ങയുടെ പാതയിൽ നടക്കാമെന്ന്, അങ്ങയുടെ വചനത്തിൽ ജീവിക്കാമെന്ന്, അങ്ങയിലേക്ക് തിരിയുന്ന ഒരനുഭവം ഓരോ വ്യക്തികളുടെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാക്ക് അനുസരിക്കാത്തത് മുഖാന്തരം ഈ വചനം കേൾക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലാണോ എന്ത് പരാജയമാണോ ആമേൻ ആമേൻ സംഭവിച്ചു പോയത്, ആമേൻ സ്തോത്രം, ആ വിഷയത്തിന്മേൽ സ്വർഗമെന്ന് കനിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വിഷയത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് സമൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതത്തിലേക്കും മുന്നേറുവാൻ സ്വർഗം അവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ സകലരെയും മറയ്ക്കും. ആരുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലത്തിലിരിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവയിൽ നിന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. വിടുതലിന്റെ കരം വെക്കുന്നുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.